ഗുഡ് മോർണിംഗ് ഓൾ. ഞാൻ രാമകൃഷ്ണൻ ടി ബി എം ഡി ആൻഡ് CEO ഷെയർവെൽ സെക്യൂരിറ്റീസ് ലിമിറ്റഡ് ആണ്. ഒപ്പം സെബി രജിസ്റ്റേർഡ് റിസർച്ച് അനലിസ്റ്റ് കൂടിയാണ്. ഈ ഓഡിയോ കേട്ടതിന് ശേഷം ഡിസ്ക്ലെയിമർ കൂടി വായിച്ചു നോക്കണമെന്ന് താല്പര്യപ്പെടുന്നു. നമ്മളെ സംബന്ധിച്ച് ഇന്നൊരു സ്പെഷ്യൽ ട്രേഡിംഗ് സെഷനാണ്. ഷോർട്ട് അവേഴ്സ് മാത്രമേ ഉള്ളൂ. പക്ഷേ ഗ്ലോബൽ മാർക്കറ്റ് സിറ്റുവേഷൻ ഇന്നലത്തെ നോക്കുമ്പോൾ ഒരു പക്ഷേ സ്ലൈറ്റ്ലി പോസിറ്റീവായിട്ടുള്ളൊരു സെൻറ്റിമെൻറ്റ് കാണാനുള്ള ചാൻസസ് ഉണ്ട്. പ്രത്യേകിച്ച് മെറ്റൽ സ്റ്റോക്കുകളിൽ ഇന്നലെ അമേരിക്കൻ മാർക്കറ്റുകൾ നോക്കുകയാണെങ്കിൽ ഡൗ ജോൺസ് 40,000 മുകളിലാണ് ഇന്നലെ ക്ലോസ് ചെയ്തിട്ടുള്ളത്. റെക്കോർഡ് ഹൈയും റെക്കോർഡ് ക്ലോസിംഗ് ആണ്. മറ്റ് ഇൻഡെക്സുകളെല്ലാം തന്നെ ഫ്ലാറ്റ് ക്ലോസിംഗ് ആണ്. അതോടൊപ്പം തന്നെ വൊളാറ്റിലിറ്റി ഇൻഡെക്സ് S&P 500 വിക്സ് 3 ഇയർ ലോയിലേക്ക് താന്നിരിക്കുകയാണ്. ഇത് സൂചിപ്പിക്കുന്ന വളരെ പോസിറ്റീവായിട്ടുള്ളൊരു സെൻറ്റിമെൻറ്റിനെ തന്നെയാണ് അമേരിക്കൻ മാർക്കറ്റിൽ. ഒപ്പം യൂറോപ്യൻ മാർക്കറ്റുകൾ ബെറ്റർ ആയിരുന്നു, ഏഷ്യൻ മാർക്കറ്റുകൾ എന്നിട്ട് ബെറ്റർ ആയിരുന്നു. കമ്മോഡിറ്റികൾ നോക്കുകയാണെങ്കിൽ കോപ്പർ പുതിയ റെക്കോർഡ് ഹൈ ഹിറ്റ് ചെയ്തിട്ടുണ്ട് ഇന്നലെ. അതോടൊപ്പം തന്നെ സിൽവർ 11 വർഷത്തെ ഹയസ്റ്റ് ലെവലിലാണ് ഇന്നലെ ക്ലോസ് ചെയ്തിട്ടുള്ളത്. ഗോൾഡ് 2,419.8 ഡോളർ പെർ ഔൺസിനാണ് ജൂൺ ഫ്യൂച്ചേഴ്സ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. എല്ലാ കമ്മോഡിറ്റികളും ഇന്നലെ ബെറ്റർ ആയിട്ട് തന്നെയാണ് ക്ലോസ് ചെയ്തിട്ടുള്ളത്. അയൺ ഓറും ബെറ്റർ ആയിട്ട് തന്നെയാണ് ക്ലോസ് ചെയ്തിട്ടുള്ളത്. അതിൻ്റെ ഒരു പോസിറ്റീവ് ഇമ്പാക്റ്റ് ഇന്ത്യൻ മാർക്കറ്റിൽ ഉണ്ടാവാൻ, പ്രത്യേകിച്ച് സിൽവർ മുന്നേറുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ ബെനിഫിറ്റ് കിട്ടുന്നത് ഹിന്ദുസ്ഥാൻ സിങ്കിനാണ്. അപ്പോൾ ഹിന്ദുസ്ഥാൻ സിങ്ക്, വേദാന്ത ലിമിറ്റഡ്, നാഷണൽ അലുമിനിയം കമ്പനി, അതുപോലെ തന്നെ ഹിന്ദുസ്ഥാൻ കോപ്പർ, ഹിൻഡാൽകോ, ഇത്തരത്തിലുള്ള സ്റ്റോക്കുകളിലൊക്കെ ഒരു ബൈയിങ് കാണാനുള്ള ചാൻസസ് ഉണ്ട്. ഇന്ന് ഷോർട്ട് സെഷൻ ആണെങ്കിൽ പോലും ഇത്തരത്തിലുള്ള മെറ്റൽ സ്റ്റോക്കുകളൊരു ബൈയിങ് കണ്ടേക്കാം. ഒപ്പം നമ്മൾ ഓവറോൾ ന്യൂസ് ഫ്ലോസ് ഒക്കെ വന്നുകൊണ്ടിരിക്കുന്നത്, ഇപ്പോൾ അമേരിക്കൻ ന്യൂസ് ഫ്ലോസ് നോക്കുകയാണെങ്കിൽ അമേരിക്കയിലെ ഫെഡറൽ റിസർവ് സെപ്റ്റംബർ മുതൽ പലിശ നിരക്ക് കുറയ്ക്കും എന്നുള്ള ഒരു എക്സ്പെക്റ്റേഷനാണ് ഇപ്പോഴുള്ളത്. അതിൻ്റെ ഒരു പോസിറ്റീവ് ഇമ്പാക്റ്റും കൂടി മാർക്കറ്റിലുണ്ട്. നമ്മൾ ഡൊമസ്റ്റിക്കായിട്ട് നോക്കുകയാണെങ്കിൽ എലക്ഷൻ റിലേറ്റഡ് ന്യൂസ് ഫ്ലോസ് തന്നെയാണ് വൊളാറ്റിലിറ്റി മാർക്കറ്റിൽ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. ഒപ്പം ചൈനീസ് റിക്കവറി വരികയാണെങ്കിൽ തീർച്ചയായിട്ടും വീണ്ടും വലിയ രീതിയിൽ മെറ്റൽ സ്റ്റോക്കുകളും സ്പെഷ്യാലിറ്റി കെമിക്കൽ സ്റ്റോക്കുകളിലൊക്കെ മുന്നേറ്റം കാണാനുള്ള സാധ്യതകളുണ്ട്. നമ്മളെ സംബന്ധിച്ച് മൺഡേ ഹോളിഡേ ആണ്. കാരണം മഹാരാഷ്ട്രയിൽ BSc ഒക്കെ സിറ്റുവേറ്റ് ചെയ്യുന്ന സ്ഥലത്ത് മൺഡേ ആണ് ഇലക്ഷൻ വരുന്നത്. അതുകൊണ്ട് മൺഡേ നമ്മളെ സംബന്ധിച്ച് ഹോളിഡേ ആണ്. അപ്പോൾ ഗ്ലോബൽ മാർക്കറ്റുകളിൽ ഉണ്ടാവുന്ന വൊളാറ്റിലിറ്റി ഒക്കെ നമുക്ക് ഫീൽ ചെയ്യാൻ പോകുന്നത് ചൊവ്വാഴ്ചയാണ്. അതുകൊണ്ട് തന്നെ വളരെ കോഷ്യസ് ആയിട്ട് ഇരുന്നാൽ മതി. വലിയ റിസ്കി പൊസിഷൻസൊന്നും ലോങ് പൊസിഷൻസൊന്നും ക്യാരി ചെയ്യേണ്ട ആവശ്യമില്ല. മറിച്ച് നമുക്ക് അടുത്ത ആഴ്ചയിലും വൊളാറ്റൈൽ ഡേയ്സ് തന്നെയാണ് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നത്. ഇലക്ഷൻ റിസൾട്ട് ഡേ അടുക്കും തോറും മാർക്കറ്റിൽ വൊളാറ്റിലിറ്റി കൂടാൻ, പോസിറ്റീവ് ബയാസിൽ മാർക്കറ്റ് ട്രേഡ് ചെയ്യാനാണ് ചാൻസസ് കൂടുതൽ. ഒപ്പം റെയിൽവേ റിലേറ്റഡ് സ്റ്റോക്കുകൾ, ഇൻഫ്രാസ്ട്രക്ചർ റിലേറ്റഡ് സ്റ്റോക്കുകൾ, റിന്യൂവബിൾ എനർജി രംഗത്തുള്ള സ്റ്റോക്കുകൾ, അതുപോലെ തന്നെ ഗവൺമെൻറ് റിഫോംസ് ഹിൻഡ് ചെയ്തിട്ടുള്ള സ്റ്റോക്കുകളിലൊക്കെ ഒരു പക്ഷേ ബൈയിങ് ആക്ടിവിറ്റി അടുത്ത ദിവസങ്ങളിൽ കൂടുതലായിട്ട് കാണാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പോൾ ഫണ്ടമെൻ്റലി സ്ട്രോങ് ആയിട്ടുള്ള സ്റ്റോക്കുകൾ, നമ്മൾ റെക്കമെൻഡ് ചെയ്തിട്ടുള്ള സ്റ്റോക്കുകളൊക്കെ ഇത്തരത്തിലുള്ള സെക്ടറിൽ നിന്നുള്ള സ്റ്റോക്കുകളാണ്. മാർക്കറ്റ് വൊളാറ്റിലിറ്റിയിൽ താഴെ വരുമ്പോൾ ലോങ് ടൈം പോയിന്റ് ഓഫ് വ്യൂ വാങ്ങാനുള്ള ഡിസിഷൻ എടുക്കുക. നമ്മുടെ ഓവറോൾ പെർഫോമൻസ് നമ്മുടെ സ്റ്റോക്ക് റെക്കമെൻഡേഷൻസിൻ്റെ നോക്കുകയാണെങ്കിൽ നമ്മൾ റെക്കമെൻഡ് ചെയ്തിട്ടുള്ള സ്റ്റോക്കുകൾ തന്നെയാണ് മാർക്കറ്റ് വൊളാറ്റിലിറ്റിയിലും വലിയ രീതിയിൽ പെർഫോം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ കസ്റ്റമേഴ്സിനെ സംബന്ധിച്ച്, ക്ലയൻസിനെ സംബന്ധിച്ച് സേഫ് സോണിലാണ് നിൽക്കുന്നത്. ആ ഒരു സേഫ്റ്റി മെഷർ നമ്മുടെ എല്ലാ കസ്റ്റമേഴ്സിനും എപ്പോഴും ഉണ്ടാവും. കാരണം അത്തരത്തിലുള്ള ഡീപ്പ് റിസർച്ചിന് ശേഷമാണ് നമ്മൾ സ്റ്റോക്ക് റെക്കമെൻഡ് ചെയ്യുന്നത്. അതിൻ്റെ ഒരു പോസിറ്റീവ് ഇമ്പാക്റ്റ് എല്ലാവരും എൻജോയ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എല്ലാവരും വളരെ കോഷ്യസ് ആയിട്ട് മൂവ് ചെയ്യുക. ഇന്നത്തെ ഷോർട്ട് സെഷനിൽ വൊളാറ്റിലിറ്റി ഒക്കെ ഉണ്ടാവാം. മെറ്റൽ സ്റ്റോക്കുകളിൽ പ്രത്യേകിച്ച് ഹിന്ദുസ്ഥാൻ സിങ്ക്, വേദാന്ത, ഹിന്ദുസ്ഥാൻ കോപ്പർ, നാഷണൽ അലുമിനിയം, ഹിൻഡാൽകോ, ഈ സ്റ്റോക്കുകളിലൊക്കെ ആയിരിക്കാം ഒരുപക്ഷെ മുന്നേറ്റം കാണാൻ പോകുന്നത്. ഒപ്പം സ്റ്റീൽ സ്റ്റോക്കുകളിൽ മുന്നേറ്റം കാണാനുള്ള ചാൻസസ് കൂടുതലാണ്. കാരണം അമേരിക്ക ചൈനീസ് പ്രൊഡക്റ്റുകൾ ബാൻ ചെയ്യുമ്പോൾ ഏറ്റവും കൂടുതൽ സ്റ്റീൽ എക്സ്പോർട്ട് ചെയ്യാനായിട്ട് സാധിക്കുക ഇന്ത്യൻ കമ്പനികൾക്കാണ്. അപ്പോൾ JSW, ജിൻഡാൽ സ്റ്റീൽ ആൻഡ് പവർ, ഇത്തരത്തിലുള്ള സ്റ്റോക്കുകൾക്കൊക്കെ ഇതൊരു പോസിറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടാവാം. ഒപ്പം ജിൻഡാൽ സ്റ്റെയിൻലെസ്സിനും ഈ ന്യൂസൊക്കെ പോസിറ്റീവ് ആണ്. അപ്പോൾ അമേരിക്കയുടെ പുതിയ സാങ്ഷൻസ് ചൈനയുടെ മേൽ വരുന്നത് മെറ്റൽ സ്റ്റോക്കുകൾക്ക്, പ്രത്യേകിച്ച് സ്റ്റീൽ സ്റ്റോക്കുകൾക്ക്, അതുപോലെ തന്നെ അലുമിനിയം സ്റ്റോക്കുകൾക്കൊക്കെ വളരെ പോസിറ്റീവാണ്. ഹിൻഡാൽക്കൊക്കെ ഒരു പക്ഷേ അമേരിക്കയിലേക്ക് എക്സ്പോർട്ട് ചെയ്യാനുള്ള ഒരു ചാൻസും കൂടി കിട്ടുകയാണ്. അതുകൊണ്ട് തന്നെ ഇന്ത്യയിലത്തെ മെറ്റൽ സ്റ്റോക്കുകളെ സംബന്ധിച്ച് നല്ല ഡേയ്സാണ് എഹെഡ് എന്നുള്ളൊരു എക്സ്പെക്റ്റേഷനാണുള്ളത്. വളരെ കോഷ്യസ് ആയിട്ട് മാർക്കറ്റിൽ മൂവ് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ട്രേഡിൻ്റെ ആശംസിച്ചുകൊണ്ട് ഞാൻ ഇന്നത്തെ പ്രീ മാർക്കറ്റ് കമൻറ്ററിയോട് അവസാനിപ്പിക്കുകയാണ്. താങ്ക് യു.